നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഒരു കാലഘട്ടത്തിൽ അഴിമതി എന്നാൽ കോൺഗ്രസ് എന്നായിരുന്നു മലയാളികൾ ധരിച്ചു വശായിരുന്നത്. ഏറ്റവും അധികം അഴിമതിക്കെതിരെ സമരം നടത്തിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, CPM-ഉം CPI-യും. പക്ഷേ ഇന്ന് ഭരണം അവരെ ദുഷിപ്പിച്ചിരിക്കുന്നു, വല്ലാതെ ദുഷിപ്പിച്ചിരിക്കുന്നു. ആ ഭരണം തന്നെ പലതരത്തിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം, പാർട്ടി എങ്ങനെ വളർത്താം, പാർട്ടിക്ക് ഫണ്ട് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നുള്ള വലിയ ഗവേഷണത്തിലാണ്. ആളുകളെ സമർത്ഥമായി പറ്റിച്ചുകൊണ്ടും കബളിപ്പിച്ചുകൊണ്ടും അതവർ നിഷ്പ്രയാസം സാധിക്കുന്നു. അത്തരമൊരു കൊള്ളയെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ BJP-യുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ പ്രശാന്ത് മലകരുണ്ട്. നമസ്കാരം സാർ. ഇപ്പോൾ PP കിറ്റ് അഴിമതി ആണ് നമ്മുടെ CNAG-യുടെ റിപ്പോർട്ട് പ്രകാരം വലിയ കൊള്ള ഇതിൽ നടന്നിരിക്കുകയാണ്. ഈ കൊള്ളയെ അവർ ന്യായീകരിക്കാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് എനിക്കൊന്ന് അറിയണം. ഇപ്പോൾ നമുക്കറിയാം, കാർഗിൽ യുദ്ധ സമയത്ത് ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞുകൊണ്ട് എതിരാളികൾ വളരെയേറെ അധികം തവണ വാജ്പേയിയും ജോർജ് ഫെർണാണ്ടസിനെയും ആക്രമിച്ചു. അതൊരു അത്യാവശ്യ സാഹചര്യത്തിൽ അത്തരമൊരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തേണ്ടിയിരുന്നു. ആളുകൾ പട്ടാളക്കാർ മരിച്ചു വീണപ്പോൾ അവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുവാൻ അങ്ങനെ ഒരു ടെൻഡർ ഒന്നും വിളിക്കാതെ ഒരു നടപടി സ്വീകരിക്കണമായിരുന്നു. അത്തരമൊരു നടപടിയായി കണ്ട് ഇതിലൊരു അഴിമതി ഇല്ല എന്ന് നമുക്ക് കരുതിക്കൂടെ? അങ്ങനെ സാധിക്കില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയൊരു സാംക്രമിക രോഗം പടർന്നു പിടിക്കുമ്പോൾ ആ സാംക്രമിക രോഗം പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് മാത്രം അതിൻ്റെ മറവിൽ എങ്ങനെ അഴിമതി ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയായിരുന്നു അവർ. അതായത് 2020 മാർച്ച് മാസം 28-ാം തീയതി PP കിറ്റുകൾ മാക്സിമം സ്വരൂപിച്ച് വെക്കണമെന്നുള്ള ഒരു ഓർഡർ കേന്ദ്ര സർക്കാർ ഇറക്കുകയാണ്. മാക്സിമം എല്ലാ മേഖലകളിലും PP കിറ്റുകൾ സംഘടിപ്പിച്ചു വെക്കണമെന്നുള്ളത്. മാർച്ച് മാസം 20-ാം തീയതി PP കിറ്റ് 50% അഡ്വാൻസ് ആയി തന്നെ, ഒരു തുകയും അങ്ങോട്ട് കൊടുക്കാതെ തന്നെ 50% PP കിറ്റുകൾ, നല്ല ഗുണനിലവാരമുള്ള PP കിറ്റുകൾ സംസ്ഥാനത്ത് എത്തിച്ചു കൊടുത്തിട്ടുള്ള മെസ്സേഴ്സ് അനിത ടെക്സ് എന്ന് പറയുന്ന തിരുപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി. ആ കമ്പനി ഒരു കിറ്റിന് 550 രൂപയാണ് ഈടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പൈസയും മുൻകൂറായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഗുണനിലവാരത്തിന് യാതൊരു വിധ തർക്കവും പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ആക്ഷേപവും ഉണ്ടായിരുന്നില്ല. അവർ ഉടനെ തന്നെ 10,000 കിറ്റ് വാങ്ങിക്കുകയും 25,000-ന് ഓർഡർ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പെട്ടെന്ന് വീണ്ടും എടുത്തു മാറ്റാണ്. 275 കോടി കൂടി അടിയന്തരമായിട്ട് ഈ സംവിധാനത്തിന് വേണ്ടി, അതായത് PP കിറ്റും മറ്റ് സംവിധാനങ്ങൾക്ക് സ്വരൂപിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് സംസ്ഥാനത്തിന് സഹായിക്കുകയും. ഈ 275 കോടി എങ്ങനെയാണ് ചെലവാക്കേണ്ടതിനെ കുറിച്ച് വളരെ പെട്ടെന്ന് ഇവർ ആലോചിച്ച് കണ്ടുപിടിച്ചു. ഇല്ലാത്ത കമ്പനി, ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത സാൻഫാർമ എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്ക് 2,32,00,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട്, അതായത് നേരത്തെ പറഞ്ഞ അനിത ടെക്സ് എന്ന് പറയുന്ന കമ്പനി 550 രൂപയ്ക്ക് തരുന്ന അതേ സാധനം 1,550 രൂപയ്ക്ക് കരാറാക്കി 2,32,00,000 രൂപ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് അഴിമതിയല്ലാതെ, അല്ലെങ്കിൽ പിന്നെ മറ്റൊരിടത്ത് അവൈലബിലിറ്റി കുറവുണ്ടാവണം. അനിത ടെക്സ് എന്ന് പറയുന്ന കമ്പനി ഒന്നുമില്ലെങ്കിൽ പണം കൊടുത്തിട്ട് അവർ സാധനം തരാതിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി കുറവുണ്ടാവണം. ഇങ്ങനെയൊന്നും സംസാരിക്കാനോ അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ധാരണ ഉണ്ടാക്കാനോ ഒന്നും ഉള്ള സമയം ഉണ്ടായിട്ടില്ല. വെറും 2 ദിവസമാണ്. 28-ാം തീയതി അനിത ടെക്സുമായിട്ടുള്ള കമ്പനിയായിട്ട് കരാറുണ്ടാക്കുന്നു, 29-ാം തീയതി അത് ക്യാൻസൽ ചെയ്യുന്നു, 30-ാം തീയതി മറ്റൊരു കമ്പനിക്ക് ഇത് മറിച്ചു കൊടുക്കുന്നു. അതിലൂടെ ഉണ്ടായിട്ടുള്ളത് കോടികളുടെ നഷ്ടമാണ്. അത് മാത്രമല്ല, 3-4 കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. സാൻഫാർമ ഒരു കമ്പനി, അതുപോലെ തന്നെ A&A ട്രേഡിംഗ് കമ്പനി, A&A ട്രേഡിംഗ് വെക്കിംഗ് കമ്പനി, അതിന് മെസ്സേഴ്സ് ഇന്നോവോ കണ്ടെയ്നർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് 1,550 രൂപ വെച്ചിട്ട് തന്നെ വേറൊരു കമ്പനിക്കും 1,550 രൂപ കൊടുക്കുകയാണ്. BNS ഹെൽത്ത് എയ്ഡഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് 1,295 രൂപയ്ക്ക് വീണ്ടും കരാർ കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള അനിത ടെക്സ് അവിടെ എവിടെയും ചിത്രത്തിലേ വരുന്നില്ല. എന്നാൽ കുറച്ചെങ്കിലും ആ കമ്പനിക്ക് കൊടുക്കാമായിരുന്നു. അപ്പം അതൊന്നും കൊടുക്കാതെ, അവൈലബിലിറ്റി കുറവില്ലാതെ, ക്വാളിറ്റിയുടെ കുറവില്ലാതെ
ഭീമമായിട്ടുള്ള തുകയ്ക്ക് ഇത് മറിച്ചു വിട്ടിട്ടുള്ളത് അഴിമതി മാത്രം മുന്നിൽ കണ്ടിട്ടാണ്. ഒരു സംശയവും കാര്യമില്ല. ഇപ്പോൾ നമുക്കറിയാം ശൈലജ ടീച്ചർ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. BJPയിലെ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരുപക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയെ ടാർണിഷ് ചെയ്യുക അല്ലെങ്കിൽ താറടിച്ച് കാണിക്കുക എന്നുള്ളൊരു നിഗൂഢമായ ഒരു അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ച, ആ വീഴ്ചയെ ഇത്രയും ജനകീയമായിട്ടുള്ള ഒരുപക്ഷെ നാടിനെ നയിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവിനെ താറടിക്കാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കില്ലേ രാഷ്ട്രീയ പാർട്ടികൾ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ടീച്ചറമ്മ ഉറങ്ങാതെ ഇരിക്കുകയായിരുന്നു, ടീച്ചറമ്മ ഉറങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞൊരു പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് അത് പറഞ്ഞിരുന്നത്? അതായത് ടീച്ചറമ്മ വലിയ സംഭവമാണ് കേരളത്തിൽ. ടീച്ചറമ്മ എന്തോ ആരോഗ്യ മേഖലയിൽ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നു. കോവിഡ് സമയത്ത് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു PR വർക്കിന്റെ ഭാഗമാണത്. ഈ PR വർക്ക് CPM-നെ തിരിച്ചടിച്ചു. മുഖ്യമന്ത്രിയുടെ ഇമേജ് ഒരു പരിധിവരെ കുറയാൻ വേണ്ടി ടീച്ചറമ്മ ഒരു പരിധിവരെ മുന്നോട്ട് നിൽക്കുകയും പിണറായി വിജയന്റെ ഗ്രാഫ് കുറച്ച് താഴോട്ട് വരാൻ തുടങ്ങിയപ്പോൾ നേരെ CPM-കാർ തന്നെ ടീച്ചറമ്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പോൾ ഒരു അഴിമതി കഥ ഇത് കണ്ടുപിടിക്കുകയും അഴിമതി കഥ പുറത്തു വരികയും ചെയ്തപ്പോൾ നേരെ തിരിച്ച് വീണ്ടും ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ മുഴുവൻ അന്ന് ചെയ്തിരുന്നത് ടീച്ചറമ്മയായിരുന്നു എന്നാണ്. CPM-ന്റെ നേതാക്കളാണിത് ടീച്ചറമ്മയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾ പറഞ്ഞതൊരു കാര്യമാണ്, ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കളിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളല്ല, അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. CPM-ന്റെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. മുഖ്യമന്ത്രിക്ക് മുകളിൽ ആരും വരാൻ വേണ്ടി പാടില്ല, മറ്റൊരാൾക്കും അതുപോലുള്ള ഒരു ഇമേജ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് ധരിക്കുന്നതിന് വേണ്ടി അവരുടെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള മാറ്റർ മാത്രമായിട്ടാണ് തോന്നുന്നത്. ഇതിൽ BJP ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇല്ലാതാക്കുന്നത് ചിലപ്പോൾ നല്ലൊരു നേതാവിനെയാണെന്ന് വിശ്വസിക്കാൻ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടൂള് ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വല്ലാതെ CPM-ന്റെ ആശയങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് മരുമകനാണ്, മുഹമ്മദ് റിയാസാണ്. ആ മുഹമ്മദ് റിയാസിന് പ്രതിബന്ധമായി വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാവിനെ ഏറ്റവും പ്രതിബന്ധമായി വരുന്ന അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ അവസരം പലരും ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച പോലെ CPM-നകത്ത് നിന്ന് തന്നെ ഇത്തരം കളികൾക്ക് BJP വളം വെച്ചു കൊടുക്കുകയാണോ? അല്ല, ഒരിക്കലും നമ്മൾ ടീച്ചറമ്മ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വലിയ സംഭവമൊന്നുമല്ല. അതുപോലെ തന്നെ CPM-ന്റെ നേതാക്കളും വലിയ സംഭവമല്ല. C&AG-യുടെ റിപ്പോർട്ടിൽ ഈ PPE കിറ്റ് മാത്രമായിട്ട് ബന്ധപ്പെടുത്തണ്ട. അവിടെ C&AG കണ്ടുപിടിച്ചിട്ടുള്ളത് കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായിട്ട് അതായത് അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മാത്രമാണ് എന്ന് C&AG മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് സാധനം വെച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? സംസ്ഥാനത്തെ ആരോഗ്യ രംഗം പൂർണ്ണമായിട്ട് തകർന്നു 2016 മുതൽ 2022 വരെയുള്ള CAG റിപ്പോർട്ട്. കാലഹരണപ്പെട്ട മരുന്നുകൾ 26 ഹോസ്പിറ്റലിൽ 60 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, 26 ഹോസ്പിറ്റലിൽ 60 പ്രാവശ്യം കാലഹരണപ്പെട്ട എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾ കൊടുത്തു. CAG കണ്ടെത്തിയതാണ്. വിതരണം തടഞ്ഞിട്ടുള്ള, കേരളത്തിൽ നിന്നല്ല ഈ ഇന്ത്യ രാജ്യത്ത് എവിടെയും വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള 148 മരുന്നുകൾ 530 പ്രാവശ്യം വിതരണം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ഇതുപോലെ തന്നെ 4732 മരുന്നുകൾ അടിയന്തരമായിട്ട് പുതിയ മരുന്നുകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇവരിങ്ങനെയാണ് ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ 4732 മരുന്നുകൾ വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? എന്നിട്ട് 536 ഇനം മരുന്ന് മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. ആ 512 മരുന്നുകൾ അതിൽ തന്നെ പകുതി വാങ്ങിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ആരോഗ്യ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ കോടികളുടെ നഷ്ടമാണ്. അതുപോലെ തന്നെ കുത്തക മരുന്ന് കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് 2016 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. ടീച്ചറമ്മ ഇതിൽ പ്രതി തന്നെയാണ്, ഒരു സംശയമില്ല. ടീച്ചറമ്മയും കൂട്ടാളികളും എല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ് ഇക്കാര്യത്തിൽ. പല കേസുകളിലും ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുകളിൽ അങ്ങനെ പല കേസുകളിലും ഈ ഇടതുപക്ഷത്തെ സഹായിക്കുന്ന ഒരു നിലപാട് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുവെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ കേസിലും അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു അന്വേഷണം ഇല്ല, അതില്ലെങ്കിൽ അന്വേഷണം ഇഴഞ്ഞു കൊണ്ടുപോകുന്ന രീതി മറ്റ് പല സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ നേതാക്കൾക്കോ ഇങ്ങനെയുള്ള അഴിമതി കാണിച്ചു എന്ന് പറയപ്പെടുന്ന നേതാക്കൾക്കോ കിട്ടാത്ത ഒരു ഇളവ് കേരളത്തിൽ ലഭിക്കുന്നതായിട്ട് തോന്നുന്നു.
ഇത് ബി ജെ പിയും സി പി എമ്മും, അതായത് സി പി എമ്മിനെ ഭരണത്തിലൂടെ ദൂഷിപ്പിക്കുക, കോൺഗ്രസിനെ ഭരണം ഇല്ലാതെ ക്ഷീണിപ്പിക്കുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രത്തിന്റെ ഭാഗമായി ഈ കേസ് ഒതുക്കപ്പെടുമോ? അല്ല, അതൊക്കെ എന്താ പറയുക, അതൊരു ആക്ഷേപം മാത്രമാണ്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് സമയത്ത് BJP എടുത്തിട്ടുള്ള നിലപാടുകൾ കൃത്യമാണ്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അറസ്റ്റിലേക്ക് കേരളത്തിലെ ഒരു സമൂഹം ചിന്തിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ആരോപിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. അത് BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി, അതൊക്കെ അവരുടെ ആക്ഷേപം മാത്രമാണ്. ഇതിന് കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് ഇന്നും തുടർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ആ കേസിൽ എവിടെ പര്യവസാനിക്കും, എവിടെ കൃത്യമായിട്ട് അവസാനിപ്പിക്കും എന്നുള്ളത് അന്വേഷണ ഏജൻസി, നല്ല ഉത്തരവാദിത്തമുള്ള അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അവരത് കൃത്യമായിട്ട് തന്നെ ഫിനിഷ് ചെയ്യും. PPA കിറ്റ് അഴിമതിയുടെ തുടർ അന്വേഷണങ്ങളും ഇല്ലെങ്കിൽ അതിന്റെ ഭാവിയും എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? എനിക്ക് തോന്നുന്നു പിന്നെ CAG ഒരു BJPയുടെ ഏതോ സംവിധാനമാണ്, BJP ഇറക്കി വിടുന്ന പടച്ചുവിടുന്ന ഒരു സാധനമാണ് എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ വെള്ളപൂശാൻ വേണ്ടി ഇത്രയും വലിയ ഒരു ഗുരുതരമായിട്ടുള്ള, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ദുരന്തമുഖത്ത് കൈയിട്ട് വാരി കക്കുന്ന ഈ സമീപനത്തിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇനി വരാൻ പോകുന്നത് BJPയുടെ തലയിൽ കെട്ടിവെക്കുക, BJPയുടെ ഒരു സംവിധാനമാണ് CA&AG എന്ന് പറഞ്ഞു പരത്തുക. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇതിങ്ങനെ പറഞ്ഞു പരത്തിയാൽ ഇത് ജനങ്ങൾ വിശ്വസിച്ചോളും എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി അവർ അവലംബിക്കും. അതല്ലാതെ CA&AGയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർ നേരെ അന്വേഷണത്തിന് ഉത്തരവിടുകയോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെ നേരിടുകയോ ഒന്നും ചെയ്യില്ല. അവർക്കതിന് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇത് കൃത്യമായിട്ട് CA&AG ഓരോരോ പോയിന്റ് ആയിട്ട് കൃത്യമായിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് CA&AGക്കെതിരെ ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ കള്ള പ്രചരണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അതിനെ പ്രതിരോധിക്കാൻ സംഘടനയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള നിലപാടുകൾ. CA&AG എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടുപിടിക്കുന്ന സംവിധാനമാണ്. അതെന്തൊക്കെ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അഴിമതിക്കാരെ വെച്ച് പൊറപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തുടർ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുള്ള സംവിധാനങ്ങൾക്കെതിരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭരണ സംവിധാനത്തിലുള്ള അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഉണ്ടാകും. നന്ദി പ്രശാന്ത്ജി. ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും, വേലി ചാടിയ പശുവിന് കോലുകൊണ്ട് മരണം എന്നെല്ലാമുള്ള പഴമൊഴികൾ ഇവിടെ പ്രസക്തമാണ്. പക്ഷേ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആപ്തവാക്യവും ഇവിടെ പ്രസക്തമാണ്. സത്യം തെളിയട്ടെ. നുണ ലോകം ചുറ്റി വരുമ്പോഴേക്ക്, സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നുണ ലോകം ചുറ്റി വരും എന്നാണ്. സത്യം സത്യമായിരിക്കട്ടെ. സത്യം ആണെങ്കിൽ, ഇത് വലിയൊരു അഴിമതിയാണെങ്കിൽ അതിലെ കുറ്റവാളികൾ എല്ലാ അർത്ഥത്തിലും ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.